പുഡിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ: ചെമ്പരത്തിപ്പൂവ് ഒരെണ്ണം മതി, ഒരു ആപ്പിള് ഒരെണ്ണം വേണമെന്നില്ല, ഹാഫ് ആയാലും മതി, ചിയാ സീഡില്ലേ 2 ടീസ്പൂൺ കുതിർത്ത് വെച്ചിട്ടുള്ളത്, പംകിൻ സീഡ്, അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ഇതൊന്ന് ക്രഷ് ചെയ്യണം കേട്ടോ. കോൺഫ്ലവർ 2 ടീസ്പൂണ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. 2 ടീസ്പൂണ് ഹണി, തേൻ മധുരത്തിനാണ്. നിങ്ങൾക്ക് മധുരം എത്ര വേണോ അത്രയ്ക്കും ഹണി ചേർക്കാം കേട്ടോ. ഞാൻ 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യം പാലാണ്. ഞാൻ ഇളനാട് പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1/4 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് ചെമ്പരത്തിയുടെ ഇതൾ ചേർക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് പൂവ് എടുത്ത് മാറ്റാം, ആ ഇതളുകൾ എടുത്ത് മാറ്റാം. പൂവ് മാറ്റിയതിന് ശേഷം, ഫ്ലവർ മാറ്റിയതിന് ശേഷം 1 കപ്പ് പാലൊഴിക്കാം. നന്നായിട്ട് പാല് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. പാക്കറ്റ് പാല് ഓൾറെഡി എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് പുഡിങ് തയ്യാറാക്കണമെങ്കിൽ നന്നായിട്ട് തിളയ്ക്കണം. സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പകുതിയോളം ആപ്പിള് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ടേ, അത് ചേർക്കാം. ഒരു ആപ്പിൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതൊന്നുകൂടി തിളയ്ക്കാനായിട്ട് അനുവദിക്കാം. ആപ്പിളിന്റെ ഫ്ലേവർ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങും. ഇവിടെ ആപ്പിള് പാലും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് പംകിൻ സീഡും സൺഫ്ലവർ സീഡും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് അത് ചേർക്കാം. ഇവിടെ സീഡ്സ് ഉണ്ടല്ലോ, അത് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. ബദാം ചേർക്കാം, കാഷ്യൂനട്ട് ചേർക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഉള്ളൂ. നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴേ അവർക്കത് ഇഷ്ടവും, ആ ടേസ്റ്റ് ഇഷ്ടം. ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ചേർക്കാം കേട്ടോ. തീ ഒന്ന് കുറയ്ക്കുക, സിമ്മിലിടുക. രണ്ട് ടീസ്പൂൺ മതിയാവും. ഇനി ഇതൊന്ന് കുറുകാനായിട്ട് അനുവദിക്കാം. പെട്ടെന്ന് തന്നെ തിക്കാവും കേട്ടോ. കണ്ടോ, തിക്കായിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് തണുക്കാനായിട്ട് അനുവദിക്കാം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് തണുക്കാനായിട്ട് അനുവദിക്കാം.
ഇതാണ് പാകമായിട്ടുള്ളത്. തണുക്കാനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. കുറച്ച് ചൂടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചിയാ സീഡ് കുതിർത്ത് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർക്കാം. ഇപ്പം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഹണി ചേർക്കാം. 2 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമെങ്കിൽ അത്രയും ചേർക്കാം. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുഡിങ്ങാണ്, ഹെൽത്തി പുഡിങ്ങാണ്. വേറെ സ്മെല്ലിന് വേണ്ടിയിട്ടൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഫ്ലേവേഴ്സും ചേർക്കുന്നില്ല. നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഫ്രീസറിൽ സെറ്റാവാൻ വയ്ക്കാം. ഓക്കെ, ഹിബിസ്കസ് മിൽക്ക് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ചെമ്പരത്തി പാൽ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ അഡീഷണൽ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, പിന്നെ ഫ്ലേവേഴ്സൊന്നും ചേർത്തിട്ടില്ല. നാച്ചുറൽ ഫ്ലേവേഴ്സാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്ലേവർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, നിങ്ങളുടെ ചോയ്സാണ്. ഇവിടെ ചെമ്പരത്തി അല്ലെങ്കിൽ ഹിബിസ്കസ് എന്ന് പറയുന്നത് നമ്മളുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ലിവറിനെ ഹെൽത്തി ആക്കുന്ന ഒരു നാച്ചുറൽ മെഡിസിനാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.